എല്ലാവർക്കും ദി ഡെയിലി ഹീലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളിൽ ആരെങ്കിലും മുളച്ച ഉരുളക്കിഴങ്ങ് കഴിച്ചിട്ടുണ്ടോ? അല്ല, ചെറിയ മുള മാത്രമല്ലേ കളഞ്ഞു കഴിക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അത് ശരീരത്തിന് എത്രത്തോളം അപകടകരമാണെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഉരുളക്കിഴങ്ങിൽ സാധാരണയായി കാണപ്പെടുന്ന 2 ഗ്ലൈക്കോ ആൽക്കലോയിഡ് പദാർത്ഥമാണ് സൊലാനിനും ചാക്കോണിനും. പക്ഷേ ഈ മുളച്ച ഉരുളക്കിഴങ്ങാണെങ്കിൽ അതിനകത്ത് ഈ സൊലാനിൻ്റെയും ചാക്കോണിൻ്റെയും അളവ് ഗണ്യമായ രീതിയിൽ കൂടാറുണ്ട്. ഇതൊരു വിഷപദാർത്ഥമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഈ ഉരുളക്കിഴങ്ങിൽ ഉണ്ടാവുന്ന ഈ 2 പദാർത്ഥങ്ങളുടെയും അളവ് ഗണ്യമായ രീതിയിൽ കൂടുകയും അതൊരു സ്വാഭാവിക വിഷം പോലെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. ഈ 2 വിഷപദാർത്ഥങ്ങളും അളവിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾക്ക് തലവേദന, തലകറക്കം, വയറിളക്കം അല്ലെങ്കിൽ ഛർദി, വയറുവേദന അതുപോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. കുട്ടികൾക്കും ഗർഭിണികൾക്കും വയസ്സായ ആളുകൾക്കുമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കൂടുതൽ ഗുരുതരമായേക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൂടുതലും ഈ ഉരുളക്കിഴങ്ങ്, മുളച്ച ഉരുളക്കിഴങ്ങിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് പച്ച നിറത്തിൽ കാണപ്പെടാറുണ്ട്. ഈ പച്ച നിറത്തിലുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ ചാക്കോണിൻ അല്ലെങ്കിൽ സൊലാനിൻ എന്ന് പറയുന്ന കണ്ടന്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പച്ച നിറമുള്ളതും അല്ലെങ്കിൽ മുളച്ചതുമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മാക്സിമം നമ്മൾ ഒഴിവാക്കുക. ഇങ്ങനെ നമ്മൾ വാങ്ങിക്കുന്ന ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ മുളച്ചു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. അതായത് ഇരുണ്ടതും തണുത്തതുമായിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ തന്നെ ഈ ഉരുളക്കിഴങ്ങിൽ നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ മുള പൊട്ടിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ അതിൻ്റെ ചുറ്റുഭാഗത്തും, അതായത് ഈ മുള വന്ന സ്ഥലത്തിൽ നല്ല രീതിയിലൊന്ന് മുറിച്ചു കൊടുക്കുക. കാരണം ആ ഭാഗത്ത് കുറച്ചും കൂടെ ഈ കണ്ടന്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ മുള പൊട്ടിയ ഭാഗം, ചെറിയ രീതിയിലുള്ള മുളയാണെങ്കിൽ മാത്രം അത് മുള പൊട്ടിയ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് വലിയ വലിയ മുളകളാണ് അല്ലെങ്കിൽ നന്നായിട്ട് മുളച്ച് ഉരുളക്കിഴങ്ങാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റും പച്ചനിറമുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് ഉപയോഗിക്കരുത്. വളരെ ചെറിയ മുളകളാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞതുപോലെ തന്നെ മാക്സിമം നമ്മളത് ഒഴിവാക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ചുരുക്കി പറഞ്ഞാൽ മുളച്ച ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് ആരോഗ്യത്തിന് അപകടകരമാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.